ആ ഹായ് ഹായ്, ഇത് ലീലാമ്മയാണോ? ലീലാമ്മയാണ്. ഞാന് ആ പാട്ട് ഓർക്കാ, ലേലാമു ലേല ലേല. കാണാനെന്താ, ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ കാണാതിരിക്കുക. ആണോ? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ കണ്ടതിൽ സന്തോഷാണ്. അപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ്. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ. സത്യമാണ്, ഞാൻ നുണ പറയാറില്ല എന്നറിയില്ലേ? ആണോ? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ എന്നെ കണ്ട സന്തോഷത്തിലായിരുന്നു, ഇപ്പോ 10 ലക്ഷം അടിച്ച സന്തോഷത്തിലാണ്. ദൈവമേ, 10 ലക്ഷം അടിച്ചതിലും കൂടുതൽ സന്തോഷം എന്നെ കാണാൻ. ദേ രോമാഞ്ചം, ദേ രോമൊക്കെ എണീക്കുന്നു. എവിടെയാ വീട്? എവിടെ വീട്? റാന്നി, കോട്ടയം അല്ലേ? ആ സോറി പത്തനംതിട്ട. ഓക്കെ ഓക്കെ. എനിക്ക് ഓർക്കാൻ വയ്യ, എന്റെ ദൈവമേ എനിക്ക് വയ്യ. ഇങ്ങനെ ടിവിക്കകത്തുമൊക്കെ ഇങ്ങനെ കാണുമല്ലേ ഉള്ളൂ, അല്ല നമ്മള് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പിള്ളേരോട് എപ്പോഴും പറയാം, എന്റെ പിള്ളേരോടൊക്കെ ഞാൻ പറയടി ഓരോന്നേ എടുക്കണം, നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലേലും കുഴപ്പമില്ല. പിന്നെ ഈ ഇത് എടുത്തപ്പോ ഞാൻ ഒരു കാര്യോട് പറഞ്ഞു, എന്റെ ഒരു വീട്ടിലൊരു കൊച്ചിന്റെ ചേച്ചിയാണ്, വീടൊന്നും ഇല്ലാത്തയാ. അപ്പൊ ഞാൻ പറയടി അവർക്ക് ഒരിക്കലും എനിക്ക് അപ്പൊ ആ കൊച്ചിന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കും. ഒരു പഠിക്കാൻ വന്നൊരു ചേച്ചി, അവർക്ക് വീടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കിട്ടി ആ ചേച്ചിക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കും. ഓ വെരി ഗുഡ്, കല്യാണത്തിനെന്ന് പറഞ്ഞാൽ ബിഗ് സല്യൂട്ട്. ഇങ്ങനെ ആരും പറയാറില്ല. എല്ലാവരും കാശ് കിട്ടി കഴിയുമ്പോ ആ കടം ഈ കടം മറ്റേ പ്രശ്നം ഈ പ്രശ്നം, എന്റെ പഴയ കാറ് പുതിയ കാറ് ആക്കണം, ഇങ്ങനെ പലതാ. ആദ്യമായിട്ടാണ് ചോദിക്കാതെ പറയുന്നത്, കുറച്ച് പൈസ ഞാൻ അവർക്ക് കൊടുക്കും എന്ന് പറയുന്നത്. വെറുതെ അല്ല നിങ്ങൾക്ക് ഇത് അടിക്കാൻ കാരണം, നിങ്ങളുടെ ആ നല്ല മനസ്സ് കാരണമാണ്. വിശ്വസിക്കണം, അതല്ലേ വിശ്വാസം. ആ പിന്നെ കാണിക്കൂ. ഇപ്പൊ 2-3 പ്രാവശ്യം വയ്യാന്ന് പറയുന്നു. ബോച്ചേറ്റി കഴിച്ചാൽ നല്ല ഉന്മേഷം ഉണ്ടാവും, എല്ലാ വയ്യായും മാറും. എവിടെ ഭർത്താവ് എവിടെ? എന്താ ഷർട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ? ഇപ്പൊ ഷർട്ടൊക്കെ ഇട്ടോണ്ട് വരികയാണോ? അത് ശരി. എന്തായിരുന്നു പരിപാടി? അത് ശരി. മരക്കച്ചവടാണോ? ടാപ്പിംഗ്. പാലെടുക്കായിരുന്നു. അത് ശരി. ഒത്തിരി ഉണ്ടോ റബ്ബറൊക്കെ? അങ്ങനെ കച്ചവടം അല്ലേ? പിന്നെ ഈ 10 ലക്ഷം അടിച്ചിരിക്കുക, എന്താ ചെയ്യാൻ പോണത്? 10 ലക്ഷം എന്താ ചെയ്യാൻ പോകുന്നേ? അമ്മേ, ഓ വെരി ഗുഡ് വെരി ഗുഡ്. വെള്ളം വീടിനോർത്ത് പാത്രം വെക്കുന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല, അത് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞിനെ കെട്ടിക്കണം, എനിക്ക് അവക്ക് നിവൃത്തിയില്ലാത്ത, അവള് കരഞ്ഞോണ്ട് എന്നോട് പറയും. അപ്പൊ ഞാൻ എന്റെ കൊച്ചിനോട് പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ഞാൻ ഇത് എടുക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എടുത്തായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ രൂപതാ കൺവെൻഷൻ ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയുടെ. അപ്പൊ ഞാൻ പോയപ്പോ ആ ബോച്ചട്ടിയിലെ അതുകൊണ്ട് ഞാൻ പോയി, ആ ടിക്കറ്റും കൊണ്ട് പോയി, ആരാധനയുടെ നേരത്തെ അത് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നു. അമ്മേ, അപ്പൊ ഈ ബോച്ചട്ടി അവിടെ വെച്ച് പൂജിച്ച് ആരാധിച്ച്. അപ്പൊ ആരാധനയില് ബോച്ചേറ്റിയും ബോച്ചെ ടിക്കറ്റൊക്കെ വെച്ചിട്ടാണ്, വെറുതെ അല്ല ഇതൊക്കെ അടിച്ചത് നിങ്ങൾ? സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
അയ്യോ അപ്പൊ സന്തോഷായിട്ടിരിക്കും. പിള്ളേരെവിടെ? പിള്ളേര് ഒരാള് രണ്ടുപേരെ ഞങ്ങൾ കെട്ടിച്ച്, ഞങ്ങൾക്ക് 2 പെൺപിള്ളേരായിരുന്നു. പഠിപ്പിച്ചത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ വീടിനായിട്ടൊന്നും ചെയ്തില്ലായിരുന്നു. പഠിപ്പിച്ച പിള്ളേരെ രണ്ടിനെയും നമുക്കൊന്നും വേണമെന്ന് പറഞ്ഞ് അവര് വന്ന് കെട്ടിക്കൊണ്ട് പോയി. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പിള്ളേരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ 2 ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വീണ്ടും പ്രേമിച്ച് ജീവിക്കുകയാണ്, പിള്ളേരൊന്നും ഇല്ലാതെ സുഖവാസത്തിലാണ്. അപ്പൊ ഈ മറ്റേ റബ്ബർ വെട്ടാൻ അറിയാം അല്ലേ? ഈ ചിലവര് വെട്ടുമ്പോ ഈ പാല് കൂടുതൽ വരുന്ന പറയാറുണ്ട്, ചിലവര് വെട്ടിയ കുറവാ വരാന്ന് പറയുന്നുണ്ട്. അതെന്താ കാര്യം? വെട്ടിന്റെ മെടുക്കാണോ? സാറിന്റെ യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് എത്രയോ പേർക്ക് കൈത്താൻ കാണുന്നതെന്നൊക്കെ ഓർക്കാറുണ്ട്. സാറിന് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. ഇത് കിട്ടിയതുകൊണ്ടല്ല, ഞാൻ എന്റെ ഒരു ചേട്ടന്റെ മോൻ അജിത്ത് എന്ന് പറയുന്ന ഒരാള് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അജിത്ത്. അപ്പൊ അവനാ ഇതിനകത്തെല്ലാം ഇങ്ങനെ എല്ലാരെയും കൂട്ടുന്ന ഈ ഭാഗത്ത്. അപ്പൊ എനിക്ക് കഴിയുന്ന ആൾക്കാരെല്ലാം ഈ പോച്ചട്ടി ചേർത്തിട്ടുണ്ട്. അവനോട് പറഞ്ഞു. പ്രാർത്ഥിക്കും, 5 വരെ പ്രാർത്ഥിക്കും. താങ്ക് യു. അധികം പ്രാർത്ഥിക്കല്ലേ, ഈ ലോകത്ത് അധികകാലം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആയുസ് കൂടാൻ പ്രാർത്ഥിക്കരുത്. ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.